ഞാനിന്ന് ഇവിടെ ഒരു സാമ്പാറാണ് കേട്ടോ വയ്ക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത്തിരി ഉള്ളിയും പിന്നെ ഒരു വഴുതനങ്ങയും കഷ്ണാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇത് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പം തന്നെ ഇപ്പോൾ ഒരു ഇതായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി പരിപ്പിലിടാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത്തിരി മുളക് പൊടി ഇട്ടു. കുറച്ച് സാമ്പാർ പൊടി ഇട്ടു. ഞാൻ തന്നെ പൊടിച്ചതാണ് കേട്ടോ. ഞാൻ ഇനി എങ്ങനെയാണെന്ന് പിന്നെ ഒരു ദിവസം കാണിക്കാം. എങ്ങനെയാണ് സാമ്പാർ പൊടി ഉണ്ടാക്കിയെന്ന് കാണിക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണക്കുന്ന ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചീനച്ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പരിപ്പിലേക്ക് ഇടാം. എന്നിട്ട് പരിപ്പ് വേവിക്കാം. അപ്പം അത്രേ ഉള്ളൂ. സാമ്പാർ റെഡിയാവും പെട്ടെന്ന് തന്നെ. ഇതാ ഇവിടെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് വഴറ്റിയത് ഇതിലേക്ക് ഇടുക. ഒരു 4 സ്റ്റീം വരുത്തണം. എൻ്റെ കുക്കറിൽ 4 സ്റ്റീം വരുത്തണം. ഒരെണ്ണം ഹൈ ഫ്ലെയിമിലിടും, പിന്നെ ഞാനത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റും. പിന്നെ ഒരു 3 കൂടി ആകുമ്പോൾ പരിപ്പ് നന്നായി വെന്തെല്ലാം റെഡി ആയിട്ടുണ്ടാവും. എല്ലാം ഇതിലേക്ക് ഇട്ടിടും കേട്ടോ. നമ്മൾ വഴറ്റിയെടുത്തത് വഴുതനങ്ങയും ഉള്ളിയും ആണ് വഴറ്റിയെടുത്തത്, അത് ഇതിലേക്ക് ഇട്ടു. ഇനി നമുക്ക് ഇടാനുള്ളത് മുരിങ്ങക്കായാണ്. മുരിങ്ങക്കായും പച്ചമുളകും. അത് പരിപ്പ് വെന്തതിന് ശേഷം ഇടുന്നുള്ളൂ, കാരണം അല്ലെങ്കിൽ മുരിങ്ങക്കായൊക്കെ കലങ്ങിപ്പോവും. അപ്പോൾ നമുക്കത് പിന്നെ ഇടാം കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഞാൻ പറഞ്ഞ മാതിരി ഒന്ന് ഹൈ ഫ്ലെയിമിൽ, പിന്നെ അങ്ങനെ നമുക്കിത് 4 സ്റ്റീം വരുത്താം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുരിങ്ങക്കായ ഇട്ടു. കണ്ടോ, പരിപ്പ് നന്നായി വെന്തു, ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ മുരിങ്ങക്കായ ഇട്ടു. മുരിങ്ങക്കായ ഇട്ടിട്ട് പിന്നെ അധികം സ്റ്റീമൊന്നും വരുത്തണ്ട. വേണമെങ്കിൽ ഒരു സ്റ്റീം വരുത്താം കേട്ടോ. ഞാൻ ചിലപ്പോൾ വെറുതെ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചാലും മതി. സ്റ്റീമില്ലാതെ തന്നെ നമുക്കിത് ഉടനെ അല്ലെങ്കിൽ വേറെ പാത്രം കൊണ്ട് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഈ സമയത്ത് നമുക്ക് ഇത്തിരി പുളി ഒഴിച്ച് കൊടുക്കാം അതിൽ കേട്ടോ. ആവശ്യത്തിനുള്ള പുളി ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഞാൻ ഇടുന്നത് കല്ലുപ്പാണ്. കല്ലുപ്പാണ് നല്ലത്. അപ്പോൾ അതേ കല്ലുപ്പ് ഇട്ട് കൊടുത്തു. ഇവിടെ ഞാൻ ചട്നിക്ക് വേണ്ടിയിട്ട് അരച്ച് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കടുവറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് സാമ്പാറിനും രണ്ടിനും കൂടി ഞാനിതിവിടെ കടുവറുത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അതൊന്ന് എടുത്ത് ഇത്തിരി ഇലക്കിടാം. അപ്പം നെയ്യപ്പം ചുട്ടാൽ എന്താണ്, നെയ്യപ്പം ചുട്ടാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറയണ അരി. സാമ്പാറിനും കടുവറുക്കലായി, ചട്നിക്കും കടുവറുക്കലായി. അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. പിന്നെ നമ്മൾ എന്താ ചെയ്യണേ? അപ്പോൾ അയ്യതെന്താ ഇങ്ങനെ ഒരെണ്ണത്തിൽ കടുവറുത്തിട്ട് വേറെ ഒരെണ്ണത്തിൽ ഇടണേ നമുക്ക് ചോദിക്കണ്ട. ഇതൊക്കെ എൻ്റെ എളുപ്പ വഴിയാണ് ഇതൊക്കെ. അപ്പോൾ രണ്ടിനും കൂടി വേറെ വേറെ ഇനി കടുവറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായിട്ടങ്ങ് കടുവറുക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ, ഇപ്പോഴായിട്ടല്ല. എന്താണ് ഞാൻ പറക്കി ഇടണേ, ഉഴുന്നുപരിപ്പ് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് സാമ്പാറിലേക്ക് വേണ്ടല്ലോ, അപ്പോൾ അത് പറക്കിയെടുക്കുകയാണ് ഞാൻ. അപ്പോൾ ചട്നി തയ്യാറ്. ഇനി ദോശ ഉണ്ടാക്കണം. ഇന്ന് സാമ്പാറും ചട്നിയും ദോശയാണ് ഇന്നത്തെ മെനു. അടിപൊളി ചട്നി തയ്യാർ. ദോശ ഉണ്ടാക്കാം കേട്ടോ. ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പരത്തേണ്ടത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ധൃതി പിടിച്ചൊന്നും പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ. പതുക്കെ പരത്തിയാൽ മതി. എത്ര വേണമെങ്കിലും വട്ടത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. നല്ല ഞാൻ പരത്താറ്. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ.
അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ദോശ ഉണ്ടാക്കണേ അല്ലെങ്കിൽ സാമ്പാർ വെക്കണത് അതൊക്കെ പറയണം കേട്ടോ കമൻറ്റിൽ. എങ്ങനെയാണ് എന്തെങ്കിലും പോരായുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും കിട്ടും നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങൾക്ക് എൻ്റെ ഐഡിയാസും കിട്ടും. അപ്പോൾ അതാകുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ ആദ്യം എനിക്ക് ഇതേമാതിരി ദോശ ഒക്കെ പരത്തുമ്പോഴൊന്നും എനിക്ക് ശരിക്കും കിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഞാൻ പരത്തിയത് ശരിയായിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ശരിക്കും നല്ല റൗണ്ടിൽ തന്നെ കിട്ടും. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ മൊബൈലുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പരത്തിയത്. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഞാൻ കടുക് വറുത്തത് ഇട്ടിട്ടുണ്ട്. മുരിങ്ങക്കായൊക്കെ വെന്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി കഴിച്ചാൽ മാത്രം മതി.